ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നമ്മുടെ ശബരിമലയിൽ നടന്ന ആചാര ലംഘനം പോലെ തന്നെ മറ്റൊരു ആചാര ലംഘനം ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ അമ്പലം മൊത്തത്തിൽ വഖഫ് കമ്മിറ്റി ഉമീദ് പോർട്ടറിൽ രജിസ്റ്റർ ചെയ്യുമോ എന്നാണ് ഇപ്പൊ എന്റെ സംശയം. നമ്മുടെ മലബാറുകാരി ഏറ്റവും അഭിമാനത്തോടെ നമ്മളൊക്കെ അത്യാദരപൂർവ്വം തൊഴാൻ പോകുന്ന കൊട്ടിയൂരമ്പലം, അതാണ് ദക്ഷിണ കാശി എന്ന പേരിൽ നമ്മുടെ ഭാരതം മൊത്തത്തിൽ അറിയപ്പെടുന്നത്. കാലാകാലങ്ങളായിട്ട് കോട്ടയം കോവിലകത്തിന്റെ കീഴിലും താന്ത്രികപരമായി മുത്തപ്പള്ളി മനയുടെ ആചാരക്രമങ്ങൾക്കുമനുസരിച്ചാണ് കൊട്ടിയൂരിന്റെ ഉത്സവം കാലാകാലങ്ങളായിട്ട് കൊണ്ടാടുന്നത്. പണ്ട് പഴശ്ശിരാജാവിന്റെ കാലത്ത് ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലുള്ള തൊഴിൽ തരം തിരിച്ചു നൽകിയിരുന്നു. സൈന്യത്തിലും ഭരണകാര്യത്തിലും കച്ചവട കാര്യങ്ങളിലുമൊക്കെ ഈ സാമൂഹ്യ സേവനങ്ങളൊക്കെ ഒരു തൊഴിൽ ഉത്തരവാദിത്വം മാത്രമായിരുന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു മതാടിസ്ഥാനത്തിൽ കൊടുക്കുന്ന യാതൊരു ഉത്തരവാദിത്വവുമല്ല അന്നത്തെ കാലത്ത് പഴശ്ശിരാജാവ് ഓരോ വ്യക്തികൾക്കും തൊഴിൽ നൽകിയിരുന്നത്. കൊട്ടിയൂരിൽ പണ്ട്, അതായത് രാജഭരണകാലത്ത്, ക്ഷേത്ര പരിസരം വൃത്തിയാക്കാനും മറ്റുമായി ആ ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന ഒരു പാവപ്പെട്ട മുസ്ലിം കുടുംബത്തെ ഏൽപ്പിച്ചു. അവർ അന്ന് ചെയ്യുന്ന തൊഴിലിന് അവർ അപ്പോൾ തന്നെ കൂലി വാങ്ങാറുണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ പറയും പോലെ പാടത്തു പണി വരമ്പത്ത് കൂലി. ആ രീതിയിൽ അന്നത്തെ കാലത്ത് പഴശ്ശിരാജാവ് നൽകി പോന്നിരുന്നു. എന്നാൽ ഈ വർഷം കൊട്ടിയൂരിൽ മഹോത്സവം, വൈശാഖ മഹോത്സവം നടക്കുന്ന ഈ സമയത്ത് പണ്ട് തിന്ന അന്നം എല്ലിൽ കുത്തിയതാണോ എന്നാണ് സംശയം. അന്ന് കെട്ടുവെള്ളം പൊട്ടിച്ചതും പറഞ്ഞ് ഇന്ന് ക്ഷേത്രത്തിലെ പാരമ്പര്യ അവകാശവുമായി വന്നിരിക്കുകയാണ് ഒരു പറ്റം മുസ്ലിങ്ങൾ. എന്റെ സംശയം അതൊന്നല്ല. ഈ 5 നേരം കോളാമ്പിയിൽ എന്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഉറക്കെ ഉച്ചത്തിൽ അലറി വിളിക്കുന്നവർ, ആ ഒരു ബാങ്ക് വിളി ഏറ്റുപിടിച്ച് അതേ ആചാരത്തിലും വിശ്വാസത്തിലും ജീവിക്കുന്നവർ, ആ പാരമ്പര്യം പിന്തുടരുന്നവർ എന്തിനാണ് ഒരു ലജ്ജയുമില്ലാതെ പണ്ട് പണത്തിന് വേണ്ടി തൊഴിൽ ചെയ്ത കാര്യം പറഞ്ഞ് ഇന്ന് ക്ഷേത്രത്തിലത്തെ പാരമ്പര്യ അവകാശവുമായി വരുന്നത്? മഹാദേവനായാലും കൃഷ്ണനായാലും അതുപോലെ തന്നെ ഗണപതിയായാലും ഇതൊക്കെ ബഹുദൈവ ആരാധന വിശ്വാസികളുടെ ആരാധനാമൂർത്തികളാണ്. അവർക്ക് ഏകദൈവ വിശ്വാസികൾക്ക് എന്താണ് കാര്യം? ഇനിയും മുസ്ലിങ്ങൾ അന്ന് വെള്ളം ഒഴുക്കിയത് ഇന്നും നമുക്ക് പാരമ്പര്യമായിട്ട് അവകാശമുണ്ട് എന്ന് വരുത്തി തീർക്കാനാണോ ഇപ്പോ അമ്പലത്തിലേക്ക് കയ്യേറി ഈ കാട്ടിക്കൂട്ടലൊക്കെ കാണിക്കുന്നത്? അല്ല, ഇന്ന് ശബരിമലയിൽ പോകുന്നവര് ബാവര് പള്ളിയിൽ കുരുമുളകും നാണയവും കാണിക്കയും വെച്ചിട്ട് വേണം അയ്യനെ കാണാൻ വേണ്ടി. അതൊരു അലിഖിത നിയമം പോലെയാണ്. എല്ലാ അയ്യപ്പ ഭക്തന്മാരും ഈ മുസ്ലിം പള്ളിയിൽ പോയിട്ട് സ്വർണവും പണവും കാണിക്കയറ്റിച്ചാണ് ശബരിമലയിലേക്ക് പോകുന്നത്. ഇനി അതാണോ ഈ പാരമ്പര്യ അവകാശവുമായി വന്നിട്ട് ഇനി അടുത്ത ഇവരുടെ ലക്ഷ്യം? കാലാകാലങ്ങളായിട്ട് ബാബറുടെ പേര് പറഞ്ഞു ഹൈന്ദവ വിശ്വാസികളെ ഊറ്റുന്നത് പോലെ, പറ്റിക്കുന്നത് പോലെ ഇനി കൊട്ടിയൂരിലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാമെന്നാണോ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്? അല്ല, കൊട്ടിയൂരപ്പനെ കാണണമെങ്കിൽ താഴെ മുക്രിയെ കണ്ട് മുട്ടുകുത്തണം എന്ന നിലയിലേക്ക് വരുമോ? ഇപ്പൊ കാലാകാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ സമ്പാദ്യം, വരുമാനം വരുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ശബരിമലയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കൊട്ടിയൂരാണ്. ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ ജനസാന്ദ്രത ഉണ്ടാകുന്ന ഒരു ക്ഷേത്രം. ഇനി ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വരുമാനം കണ്ടിട്ടാണാവോ ഇവർ ഈ പാരമ്പര്യവും പറഞ്ഞ് ഇപ്പോ വെള്ളക്കെട്ട് പൊട്ടിക്കാൻ വേണ്ടി ഞങ്ങളുടെ പാരമ്പര്യമാണ്, ഞങ്ങളുടെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്നത്? ഈ വെള്ളക്കെട്ടൊക്കെ ഞങ്ങൾ മുസ്ലിങ്ങളാണ് പൊട്ടിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഇനി ഈ അമ്പലം വഖഫിന്റെ പേരിൽ എഴുതി വെക്കണം എന്നൊക്കെ പറയുമോ? ഇന്ന് ഹൈന്ദവ വിശ്വാസികൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ ഈ അവകാശവാദം കൊട്ടിയൂരപ്പന് തന്നെ ശനിയായി ബാധിക്കും. അതുപോലെ തന്നെ ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടത് ഓരോ ഹൈന്ദവന്റെയും ആവശ്യമാണ്. കാരണം അയ്യപ്പനിലേക്കെത്താൻ വാവരെ തൊഴണം എന്ന അലിഖിത നിയമം നാളെ കൊട്ടിയൂരപ്പനെ കാണണമെങ്കിൽ മറ്റൊരു മുസ്ലിമിന് മുന്നിൽ മുട്ടുകുത്തണം എന്നൊരു അലിഖിത നിയമം വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഓരോ ഹൈന്ദവ വിശ്വാസിയും മുന്നിട്ടിറങ്ങണം. പിന്നെ ഇവരുടെയൊക്കെ ഇത്രേ പറയുള്ളൂ, അല്പം നാണവും മാനവും ലജ്ജയും ഉണ്ടെങ്കിൽ ഏകദൈവ വിശ്വാസികളായ നിങ്ങൾ ബഹുദൈവ ആരാധനയിൽ വിശ്വസിക്കുന്ന ഹൈന്ദവരുടെ അമ്പലങ്ങളിലേക്ക്, ആരാധനാലയങ്ങളിലേക്ക് നിങ്ങൾ വലിഞ്ഞു കയറി വരാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏകദൈവമായ അള്ളാഹുവിൽ
നിങ്ങൾക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ അവനിൽ ശക്തിയില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും. മതേതരം എന്ന് പറയുന്നത് ഞാൻ എന്റെ മതത്തിൽ വിശ്വസിക്കുകയും മറ്റ് മതസ്ഥരെ, അവരുടെ ദൈവങ്ങളെ, അവരുടെയൊക്കെ ആചാരാനുഷ്ഠാനങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നിടത്താണ് മതേതരത്വം. അല്ലാതെ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ കയ്യേറി പാരമ്പര്യമായ അവകാശവാദം ഉന്നയിച്ചു വരുന്നിടത്തല്ല. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നിരിക്കുന്നതിന് എല്ലാവർക്കും ജയ് ഹിന്ദ്.